ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു അപ്സൈഡ് ഡൗൺ ട്രീറ്റ്സ്. സ്നേഹത്തിൽ നിറഞ്ഞ രുചിക്കൂട്ടുമായി ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി അക്കി റഫീഖ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. നമ്മളുടെ ഈ ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ 1 കപ്പ് പാലും 6 ടേബിൾ സ്പൂൺ അതായത് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പഞ്ചസാര ഫുൾ അലിഞ്ഞ് കിട്ടണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഈ ഗനാഷ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ചീപ്പായിട്ടും നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായത്. നമുക്കിവിടെ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ കൊക്കോ പൗഡർ ഇടാം. ഡാർക്ക് കൊക്കോ പൗഡർ നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ 2 ടേബിൾ സ്പൂണും പിന്നെ ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വരെ ഇടാം. നോർമലി ഗനാഷ് നമ്മൾ ഉണ്ടാക്കുമ്പം ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കൽ. ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊക്കെ ആക്കണം. അതിനേക്കാളും ഈസി ആയിട്ടുള്ളതും പിന്നെ വേഗം തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. പിന്നെ ഭയങ്കര ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ 30 സെക്കൻഡ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണാം. ഇതെങ്ങനെയാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഗനാഷ് ആക്കാൻ പറ്റാമെന്നുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ കൊക്കോ മിക്സ്ചറിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. റൂം ടെമ്പറേച്ചറായ ബട്ടറാണ് ഇടേണ്ടത്, മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ടർ ഇടുമ്പോൾ നമ്മുടെ ഗനാഷിന് നല്ലൊരു ഗ്ലേസ് കിട്ടും. അപ്പോൾ നമുക്ക് മിറർ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമ്മളുടെ ഈ പാലും കൊക്കോ പൗഡറും പിന്നെ ബട്ടറും ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലോണം നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഈ കൊക്കോ ബട്ടർ മിക്സ് 1 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മിക്സ് ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് ഇത് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരണം. 30-40 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് മെൽറ്റായി തുടങ്ങും. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം മെൽറ്റാകുന്നത് വരെ നമുക്ക് കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊടുക്കണം. നമ്മളെ ഈ റെസിപ്പിയിൽ കൊക്കോ പൗഡർ ഉപയോഗിക്കുന്നതാണെങ്കിലും ചോക്ലേറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗനാഷിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്കിതിലും കിട്ടും. നമ്മളുടെ ഗനാഷ് ഏകദേശം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഫുള്ള് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് തണിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയിക്കോളും. മിക്സ്ചർ ഇപ്പോൾ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ഞാൻ ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് ഇടുമ്പോൾ നമ്മളുടെ ഗനാഷിന് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറായിട്ട് കിട്ടും. നമ്മളുടെ ഈ ഗനാഷ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഒന്ന് ടൈറ്റ് ആവാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വെനില എസൻസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗനാഷ് 2 ടൈപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് നമുക്ക് ഈ ചൂടോടെ തന്നെ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ചൂട് തണിഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കേക്ക് സെറ്റാക്കുന്ന ടൈമിൽ ഗനാഷ് തിക്കായി എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നിങ്ങളൊന്ന് ലൂസാക്കി എടുത്താൽ മതിയേ. നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഗനാഷാണിത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഗനാഷ് കേക്കിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു നട്ട്സോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ വെച്ചിട്ട് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ഇവിടെ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇത് നമ്മളുടെ കേക്കിൽ ഇങ്ങനെ ഗനാഷ് ഡ്രിപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഡ്രിപ്പല്ല, സ്പ്രെഡബിൾ കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ ഇത് നല്ലോണം തണിഞ്ഞ് വന്നതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ദിസ് ഇസ് അക്കി ഹിയർ, signing off from Upsidown Treatz. Goodbye.